പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഹിറ്റായ നായികയാണ് സായ് പല്ലവി. പ്രേമത്തിന് ശേഷം മലർ വസന്തം പൂത്തുലയുകയായിരുന്നു. തമിഴ്നാട്ടുകാരിയായ സായ് പല്ലവിക്ക് ഒറ്റയടിക്ക് 2 ഇൻഡസ്ട്രിയിലും ആരാധകരായി. ഇപ്പോൾ തെലുങ്ക്, തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സായ് പല്ലവിയുടെ പ്രതിഫലം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 2 സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള സായിയുടെ പ്രതിഫലം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ നടിമാർ. തമിഴിലും തെലുങ്കിലും ഒരു സിനിമ ചെയ്യുന്നതിന് സായ് പല്ലവി വാങ്ങുന്ന പ്രതിഫലം 50 ലക്ഷം രൂപയാണത്രേ. അതും തെലുങ്ക്, തമിഴ് സിനിമയെ സംബന്ധിച്ച് സായ് പല്ലവി പുതുമുഖമാണ്. ഇതുവരെ ഒരു സിനിമ പോലും താരത്തിന്റേതായി ഈ 2 ഭാഷകളിലും റിലീസായിട്ടില്ല. ഫിദ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നിലവിൽ സായ് പല്ലവി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി, ഉടൻ റിലീസാകും. ഈ സിനിമയ്ക്ക് വേണ്ടി സായ് പല്ലവി വാങ്ങിയത് 50 ലക്ഷം രൂപയാണത്രേ. ഒരു പ്രമുഖ നായികയെ സംബന്ധിച്ച് ഇത് വളരെ കൂടുതലാണ്. വിക്രമിന്റെ നായികയായി സായ് പല്ലവി തമിഴിലേക്ക് പോകുന്നതായി വാർത്തകളും ഉണ്ട്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഈ ചിത്രത്തിന് വേണ്ടി സായ് പല്ലവി പറഞ്ഞിരിക്കുന്നത് 50 ലക്ഷം രൂപയും. തമിഴിൽ മണിരത്നം ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന കാറ്റുവലിയുടെ എന്ന ചിത്രത്തിലേക്ക് കാർത്തിയുടെ നായികയായി സായ് പല്ലവിയെ ക്ഷണിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കാരണം നടിക്ക് അവസരം നഷ്ടപ്പെട്ടു. പിന്നീട് അജിത്തിന്റെ ചിത്രത്തിലേക്ക് വിളിച്ചെങ്കിലും തെലുങ്ക് ചിത്രത്തിന്റെ തിരക്കുകൾ കാരണം നടിക്ക് അതും കൈവിട്ടുപോയി. പ്രേമത്തിന് ശേഷം സായ് പല്ലവി ദുൽഖർ സൽമാന്റെ നായികയായി കൂലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിനുശേഷം മലയാളത്തിൽ അവസരങ്ങളൊന്നും വന്നിട്ടില്ല. മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന മഞ്ജു വാര്യരാണ് 50 ലക്ഷം. തെന്നിന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നയൻതാര മലയാളത്തിൽ 35 ലക്ഷം രൂപയാണ് വാങ്ങുന്നത്. സായ് പല്ലവി മലയാളത്തിൽ എത്ര വാങ്ങും? ഇത് കണ്ടറിയണം. കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം.